blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഇപ്പോൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, കുവൈറ്റിൽ നിന്നുള്ള റിഡ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിൽ ലഭിച്ച ആ ജോലിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവെ ഈ എപ്പിസോഡ് സമർപ്പിക്കുന്നു. മസ്കറ്റിൽ നിന്നും സനിൽ CB കർത്താവെ, തൻ്റെ ബർത്ത്ഡേ മെയ് 28-നാണല്ലോ. ഇപ്പോഴേ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. ഡിസ്കുകൾക്കിടയിൽ വെയിൻ ജാമായിരിക്കുന്ന അവസ്ഥയിൽ പരിപൂർണമായ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആലുവയിൽ നിന്നും എബി ആൻ്റണി, ബീന ആൻ്റണി അവരുടെ 32ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. കർത്താവെ, ആ ദാമ്പത്യ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 3 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു എല്ലാ ജീവിതത്തിൻ്റെ മേഖലകളിലും അനുഗ്രഹങ്ങളെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ പാർട്ട്ണറിങ് വിത്ത് അസ് ഫൈനാൻഷ്യലി. അപ്പോൾ തന്നെ നിങ്ങൾക്കും ഇതുപോലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിൽ ഒരു ഫൈനാൻഷ്യൽ പാർട്ട്ണറായി യേശുവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുകാരാകാം. അതിലൂടെ നിങ്ങളും ദശലക്ഷക്കണക്കിന് ആളുകളും അനുഗ്രഹിക്കപ്പെടും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ മെയ് 26 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. OCK ഓഡിറ്റോറിയം, ഊട്ടി കാലിക്കറ്റ് റോഡ്, കോടതിപ്പടി, നിലമ്പൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് മെയ് 27 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരബിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. നല്ല അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്നതിന് ശേഷം എൻ്റെ മനസ്സിന് സമാധാനം, സന്തോഷം ഉണ്ടായി. അതുപോലെ തന്നെ ബ്രദർ ഡാമിയൻ്റെ വാക്കുകൾ വളരെയധികം അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. If you have a passion for God and compassion for people, you will share the gospel with them. ഓർക്കുക, നിങ്ങൾക്ക് ദൈവിക കാര്യത്തിൽ ശുഷ്കാന്തിയും ജനങ്ങളോടുള്ള ബന്ധത്തിൽ മനസ്സലിവും ഉണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷം അറിയിക്കുന്ന വ്യക്തിയായിരിക്കും. കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. The next verse. എന്നാൽ അടുത്ത വചനം, Verse number 10. 10ാമത്തെ വചനം. But God has revealed them to us through His Spirit. എന്നാൽ 10ാമത്തെ വചനം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. For the Spirit searches all things, yes, the deep things of God. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. Say hallelujah. ചേർന്ന് hallelujah. Why? Because every New Testament believer has His Holy Spirit. കാരണം എന്തെന്ന് ചോദിച്ചാൽ എല്ലാ പുതിയ നിയമ വിശ്വാസികൾക്കും അവന്റെ പരിശുദ്ധാത്മാവുണ്ട്. And it is that Holy Spirit who reveals all the hidden mysteries to us. എന്ന് മാത്രമല്ല, ആ പരിശുദ്ധാത്മാവിലാണ് മറഞ്ഞിരിക്കുന്ന നിഗൂഢമായ രഹസ്യങ്ങളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. Look here, please. If you are a New Testament child of God, നിങ്ങൾ പുതിയ നിയമത്തിൽ ഒരു ദൈവ പൈതലാണെങ്കിൽ, God wants to reveal everything to you. ദൈവം സകല കാര്യങ്ങളെയും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. How? എങ്ങനെ? Come down to verse number 16. ഇനിയിപ്പോൾ ആ അധ്യായത്തിന്റെ തന്നെ 16ാമത്തെ വചനത്തിലേക്ക് ഇറങ്ങി വരിക. For who has known the mind of the Lord that he may instruct him, but we have the mind of Christ. 16ാമത്തെ വചനം ചേർന്ന് വായിക്കാമോ? കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. Hallelujah. Hallelujah. Because we have the mind of Christ through the Holy Spirit, we can understand
that which was a mystery to the Old Testament believers. കാരണം എന്തെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനാൽ നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായതുകൊണ്ട് പഴയ നിയമ വിശ്വാസികൾക്ക് മനസ്സിലാകാൻ പാടില്ലാതിരുന്ന കഴിയാതിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Hallelujah. Hallelujah. So the ultimate aim of the Holy Spirit is to give us the mind of Christ in us. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആത്യന്തികമായ ഉദ്ദേശം എന്നുള്ളത് ക്രിസ്തുവിന്റെ മനസ്സിനെ നമ്മിൽ ആക്കി വെക്കുക എന്നുള്ളതാണ്. Sometimes when you pray, ചില സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ the opposite thing will happen. അതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കും. You pray for a sick person. നിങ്ങൾ ഇപ്പോൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. The next moment he dies. അടുത്ത നിമിഷം അയാൾ മരിച്ചു പോകുന്നു. Sometimes you don't get answers to your prayers. ചില സമയങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നേയില്ല. Have you had that kind of an experience? അത്തരത്തിലുള്ള അനുഭവം നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? Sometimes it seems that God is not listening to our prayers. ചില സമയത്ത് നമുക്ക് തോന്നും ദൈവം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. We pray for 100 times. 100 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചു. We pray looking into the prayer diary. നമ്മൾ prayer diaryയിൽ നോക്കി പ്രാർത്ഥിച്ചു. We call in the prayer call center. നമ്മൾ prayer call centerൽ വിളിച്ചു We പ്രാർത്ഥിച്ചു. pray in the blessing groups. blessing ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചു. We even sponsor an episode. ഒരു എപ്പിസോഡും സ്പോൺസർ ചെയ്തു. All over the world people pray. എല്ലായിടത്തും ആളുകൾ പ്രാർത്ഥിക്കുന്നു. Still nothing happens. എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. Why? എന്തുകൊണ്ട്? In some cases, ചില കേസുകളിൽ sometimes God will give more importance to your transformation than changing the situation. ചില സമയങ്ങളിൽ നിങ്ങളുടെ സാഹചര്യം മാറ്റുന്ന കാര്യത്തെക്കാൾ ദൈവം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളിലെ രൂപാന്തരത്തിനാണ്. Some sisters come to me and say, brother, my greatest enemy is not Lucifer but my mother-in-law. ചില സഹോദരിമാർ എന്നോട് വന്നിട്ട് പറയും എൻ്റെ ഏറ്റവും വലിയ എതിരാളി ലൂസിഫർ അല്ല എൻ്റെ അമ്മായിയമ്മയാണ്. So I am praying for my mother-in-law to be taken to heaven. അതുകൊണ്ട് എൻ്റെ അമ്മായിയമ്മ എങ്ങനെ എടുക്കപ്പെടണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. I am praying for 5 years now. 5 വർഷമായിട്ട് ഞാൻ ഈ പ്രാർത്ഥന. God is not listening to my ദൈവം prayers. ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. I will sponsor all episodes pray. ഞാൻ ഈ വേണമെങ്കിൽ എല്ലാ എപ്പിസോഡും ഞാൻ സ്പോൺസർ ചെയ്തോളാം. God is not going to kill your mother-in-law ദൈവം നിങ്ങളുടെ അമ്മായിയമ്മയെ കൊല്ലുവാൻ പോകുന്നില്ല until you get transformed in that situation. നിങ്ങൾ ആ സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുവോളം നിങ്ങളുടെ അമ്മായിയമ്മ ജീവിച്ചിരിക്കും. Romans 5, റോമർ 5 3 and 4. അതിന്റെ 3-4 വചനങ്ങൾ. Not only so, but we also glory in our sufferings because we know that suffering produces perseverance, perseverance character, and character hope. അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ്. Look here, sometimes God will take us through all the zigzag ways, all the difficulties, all the toughnesses, all the troubles in this world so that every day our character and our mind will get transformed. ചില സമയങ്ങളിൽ ദൈവം ഇത്തരത്തിലുള്ള ആ വഴിയിലൂടെ ഈ വഴിയിലൂടെ ആ കഷ്ടതയിലൂടെ ഈ കഷ്ടതയിലൂടെ ഒക്കെ നമ്മളെ ദൈവം കയറ്റി ഇറക്കിക്കൊണ്ടു പോകും. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ ചില രൂപാന്തരങ്ങൾ ഉണ്ടാക്കുവാൻ. Sometimes your prayers will not be answered ചില സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടില്ല. the way you expect. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ മറുപടി കിട്ടില്ല. He will do that, അവനത് ചെയ്യും, but in a different way. പക്ഷെ മറ്റൊരു വിധത്തിലാണ് അതിന്റെ മറുപടി But വരുന്നത്. that is the best way. എന്നാൽ ഓർക്കുക, അവൻ ചെയ്യുന്ന വഴിയാണ് ഏറ്റവും നല്ല വഴി. Paul prayed, God, take away this thorn from my flesh 3 times. പൗലോസ് 3 പ്രാവശ്യം ആ ശൂലം തന്റെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ വേണ്ടി താൻ പ്രാർത്ഥിച്ചു. God said, no way. എന്നാൽ ദൈവം പറഞ്ഞു, ഒരു വഴിയില്ല മോനെ. But instead I will give you strength in your weakness. പകരം ദൈവം പറഞ്ഞു, ഈ ബലഹീനതയിൽ ഞാൻ നിനക്ക് ശക്തിയെ പകരാൻ പോകുകയാണ്. God said, brother Paul, my grace is sufficient for you. പൗലോസിനോട് കർത്താവ് പറയുന്നത്, ബ്രദർ പോൾ, എൻ്റെ കൃപ നിനക്ക് മതി. Apostle Paul, my grace is sufficient for you. അപ്പോസ്തലനായ പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി. And today the same Holy Spirit is speaking. ഇതേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സംസാരിക്കുകയാണ്. Sister Grace,
His grace is sufficient for you. Sister Grace, അവന്റെ കൃപ നിനക്ക് മതി. Sister Leda, His grace is sufficient for you. Sister Leda, അവന്റെ കൃപ നിനക്ക് ഈ കാര്യത്തിൽ മതി. Brother Joseph, His grace is sufficient for you. Brother Joseph, അവന്റെ കൃപ നിനക്ക് മതി. Hallelujah. Hallelujah. Because His aim is changing us, കാരണം അവന്റെ ഉദ്ദേശമാണ് നമ്മെ not മാറ്റിക്കൊണ്ടിരിക്കുന്നത്. changing the circumstances. അവൻ ഒരിക്കലും സാഹചര്യങ്ങളെയെല്ലാം മറിച്ച് നമ്മെയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. Say hallelujah. ചേർന്ന് ഹല്ലേലൂയ. So we have to grow into the mind of Christ. അതുകൊണ്ട് നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി വളർത്തപ്പെടണം. But what is the mind of Christ like? എന്നാൽ ക്രിസ്തുവിന്റെ മനസ്സ് പോലെ എന്ന് പറയുന്നത് എന്താണ്? Number 1, ഒന്നാമതായിട്ട് gentleness and lowliness. അത് സൗമ്യതയും താഴ്മയുമാണ്. Matthew 11:29. മത്തായി 11:29. Take my yoke upon you and learn from me, for I am gentle and lowly in heart, and you will find rest for your souls. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. സഹോദരങ്ങളെ ഇവിടെ നോക്ക്. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുക. തട്ടുപൊളിച്ച് പ്രസംഗിക്കുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം? ആർക്ക് പറയാം? ക്രിസ്തുവിന്റെ മനസ്സ് സൗമ്യതയും താഴ്മയുമുള്ളൊരു മനസ്സാണ്. കൈകൾ ഉയർത്തി പറയുമ്പോൾ, കർത്താവേ, സൗമ്യതയും താഴ്മയും എനിക്ക് നൽകണമേ. സൗമ്യതയും താഴ്മയും എനിക്ക് അങ്ങയുടെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. അങ്ങയുടെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. Some people are by nature arrogant, haughty. ചില ആളുകൾ സ്വഭാവത്തിൽ തന്നെ പെട്ടെന്ന് ദേഷ്യമുള്ളവരും ചൂടന്മാരുമാണ്. Haughty means they have pride in their lives. അവർക്ക് അഹങ്കാരികളുമാണ്. But Jesus is not like that. എന്നാൽ യേശു കർത്താവ് അങ്ങനെയല്ല. Having the mind of Christ means having His gentleness and lowliness. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനെ പോലെ താഴ്മയും അതുപോലെ സൗമ്യതയുമുള്ളവനാകുക എന്നതാണ്. Matthew 14:14. മത്തായി 14:14. Jesus went out and He saw a great multitude and He was moved with compassion for them and He healed their sick. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. So this is the next thing. Having the mind of Christ means having a compassionate heart. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുക എന്നതിന്റെ അടുത്ത പോയിന്റ് ആണ് ക്രിസ്തുവിനെ പോലെ മനസ്സലിവുള്ളവരാകുക. അവരൊക്കെ പറഞ്ഞ മനസ്സലിവുള്ളവരാകുക. മനസ്സലിവുള്ളവരാകുക. ആദ്യം എന്ത് പറഞ്ഞു? സൗമ്യതയും താഴ്മയും. ഇപ്പൊ എന്ത് പറഞ്ഞു? മനസ്സലിവ്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുക, ക്രിസ്തുവിൻ്റെ മനസ്സലിവുള്ളവരാകുക. One particular thing I have noticed in Jesus' mind or character is that He was passionate for God and compassionate for യേശു കർത്താവിൻ്റെ മനസ്സലിവിനെ കുറിച്ച് തൻ്റെ മനോഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അവൻ ദൈവത്തോട് തീവ്രമായ ആവേശമുള്ളപ്പോൾ ജനങ്ങളോട് തീവ്രമായ മനസ്സലിവുള്ളവനായിരുന്നു. Hallelujah. Hallelujah. Write down passion for God and compassion for people. ദൈവകാര്യങ്ങളിൽ തീക്ഷ്ണതയുള്ളവരും ജനങ്ങളോട് മനസ്സലിവുള്ളവരുമാകുക. I'm going to tell you a story now. ഞാനൊരു കഥ നിങ്ങളോട് പറയാൻ This is പോകുകയാണ്. a real story. ഇതൊരു യഥാർത്ഥത്തിൽ സംഭവിച്ച Now this കാര്യമാണ്. happened in East Africa. ഇത് ഈസ്റ്റ് ആഫ്രിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. Listen to me. ദയവായി ശ്രദ്ധിച്ചാൽ. In a particular church there was a widow. ഒരു സഭയിൽ അവിടെ ഒരു വിധവയുണ്ടായിരുന്നു. And she was a blind widow. അവൾ ഒരു അന്ധയായ She വിധവയായിരുന്നു. was 70 plus. ഏതാണ്ട് 70-ലധികം പ്രായമുള്ള Uneducated lady. വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീ. One day after the service she approached the pastor. ഒരു ദിവസം ആരാധനയ്ക്ക് ശേഷം അവൾ തന്റെ പാസ്റ്ററിന്റെ അടുക്കൽ ചെന്നു. She had a French Bible with her. അവളുടെ കയ്യിൽ ഒരു ഫ്രഞ്ച് ബൈബിൾ ഉണ്ടായിരുന്നു. And she gave the Bible into the hands of the pastor. അവൾ ആ പാസ്റ്ററിന്റെ കയ്യിലേക്ക് ആ ബൈബിൾ കൊടുത്തു. And she requested him to underline John 3:16 in red ink. എന്നിട്ട് യോഹന്നാൻ 3:16 ചുവന്ന മഷി കൊണ്ട് അടിവരയിടുവാനായിട്ട് പാസ്റ്ററോട് ആവശ്യപ്പെട്ടു. After getting it underlined, അത് അടിവരയിട്ടതിനു ശേഷം with the help of somebody, I guess she went to a school. അതിനുശേഷം ആരുടെയോ സഹായത്തോടെ അവൾ ഒരു സ്കൂളിലേക്ക് കടന്നു ചെന്നു. And she was sitting at the gate of the school. അവൾ ആ സ്കൂളിന്റെ പടിവാതിക്കൽ ഇരിക്കുകയായിരുന്നു. After the school, all the boys came out running. ആ സ്കൂളിന് ശേഷമായിട്ട് എല്ലാ ആൺകുട്ടികളും പുറത്തേക്ക് ഓടി വന്നു. She called some of the boys. ചില ആൺകുട്ടികളെ അവൾ വിളിച്ചു. She was blind. അവൾക്ക് കണ്ണ് കാണില്ല. He asked the boys, does anybody know French here? അവിടെ കൂടിയിരിക്കുന്ന ആൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രഞ്ച് ഭാഷ അറിയാമോ? And some of the boys came, Mama, we know. ചിലർ പറഞ്ഞു, അമ്മ എനിക്കറിയാം. Would you read this verse for me that is underlined? എന്നിട്ട് ചോദിച്ചു, ഞാൻ ഇപ്പോൾ ഈ അടിവരയിട്ടിരിക്കുന്ന ഈ കാര്യം എനിക്കൊന്ന് വായിച്ചു തരാമോ? They read it. അവർ വായിച്ചു.
Then the lady asked, do you understand what is written there? അതിനുശേഷം ഈ സ്ത്രീ ചോദിച്ചു, മക്കളെ ഈ അടിവരയിട്ട് നിങ്ങൾ വായിച്ചു തന്നല്ലോ, ഇത് എന്താണെന്ന് നിങ്ങൾക്ക് Then മനസ്സിലായോ? based upon John 3:16, she started to share, she would share the gospel with them. അങ്ങനെ യോഹന്നാൻ 3:16 ആ വചനം അനുസരിച്ചിട്ട് അവൾ ആ സുവിശേഷം അവരുമായി പങ്കുവെച്ചു. She continued it for many years. ചില വർഷങ്ങൾ അത് ആ കാര്യം അവൾ തുടർന്നു. Remember, she's not from a Bible school. ഓർക്കുക, അവൾ ഒരു ബൈബിൾ സ്കൂളിൽ നിന്നുള്ള She's a blind lady. അവൾ ഒരു അന്ധയായ സ്ത്രീയാണ്. 70 plus. 70-ലധികം പ്രായം. A widow. ഒരു വിധവ. Uneducated. വിദ്യാഭ്യാസമില്ലാത്തവൾ. But she was doing what she could. എന്നാൽ അവൾക്കുള്ളത് അവൾ ഇപ്പോൾ ചെയ്യുകയാണ്. Do you know what happened? എന്ത് സംഭവിച്ചു? Many years later, the pastor of the church testifies that 24 young men committed their life for full-time ministry because of her testimony. അതിന് ചില വർഷങ്ങൾക്ക് ശേഷം അവരുടെ പാസ്റ്റർ പറഞ്ഞ ഒരു അനുഭവ സാക്ഷ്യം ആണ്, 24 ചെറുപ്പക്കാർ തങ്ങളുടെ ജീവിതം പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആ സ്ത്രീ പറഞ്ഞ സുവിശേഷം നിമിത്തമായി സംഭവിച്ചു. Because of a blind lady. ഓർക്കുക, ഒരു അന്ധയായ സ്ത്രീ നിമിത്തം. Almost all of you sitting here, you have very good eyesight. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ നല്ല കാഴ്ചശക്തിയുള്ള നല്ല കണ്ണുകളുള്ളവരാണ്. You have your Bible with you. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ബൈബിളും ഉണ്ട്. And the vast world is outside. എന്ന് മാത്രമല്ല വിശാലമായ ലോകം വെളിയിൽ People കിടക്കുകയാണ്. are perishing, they are going straight into hell. ജനങ്ങൾ നശിച്ച് അവർ നേരിട്ട് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. But if you have a passion for God and compassion for people, you will share the gospel with them. ഓർക്കുക, നിങ്ങൾക്ക് ദൈവിക കാര്യത്തിൽ ശുഷ്കാന്തിയും ദൈവ ജനങ്ങളോടുള്ള ബന്ധത്തിൽ മനസ്സലിവും ഉണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷം അറിയിക്കുന്ന വ്യക്തിയായിരിക്കും. Hallelujah. Hallelujah. After the Sunday service, most of the Christians, most of the believers, they close their Bible. ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം മിക്കവാറുമുള്ള ക്രിസ്ത്യാനികൾ, മിക്കവാറുമുള്ള വിശ്വാസികൾ അവരുടെ ബൈബിൾ അടച്ചുപൂട്ടുകയാണ്. And after that, they will open it next Sunday. അതിനുശേഷം അവർ തുറക്കുന്നത് അടുത്ത ഞായറാഴ്ചയായിരിക്കും. But if you have a passion for God എന്നാൽ ദൈവത്തോട് നിങ്ങൾക്ക് ഒരു and ആവേശമുണ്ടെങ്കിൽ, compassion for people, ജനങ്ങളോട് ഒരു മനസ്സലിവുണ്ടെങ്കിൽ, you will use it for yourself and for others. അത് ഓർക്കുക, അത് നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കും. A renewed mind will always work for the Lord. അതുകൊണ്ട് രൂപാന്തരപ്പെട്ട ഒരു മനസ്സ്, നവീകരിക്കപ്പെട്ട ഒരു മനസ്സ് എല്ലായ്പ്പോഴും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. And then Philippians chapter 2 verse number 5 through 11. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള The mind വേദഭാഗങ്ങൾ. of Christ has humility. ക്രിസ്തുവിന്റെ മനസ്സിന് താഴ്മയുണ്ട്. Hallelujah. ഹല്ലേലൂയ. It's a humble heart. കാരണം അത് താഴ്മയുള്ള ഒരു ഹൃദയമാണ്. In that scripture portion, Paul is speaking about how Jesus emptied himself and came in the form of a man to die for us. അവിടെ പൗലോസ് എങ്ങനെയാണ് ക്രിസ്തു തന്റെ രൂപത്തെ തന്നെത്താൻ ഒഴിച്ച് മാറ്റി നിർത്തിയിട്ട് മറ്റൊരു രൂപത്തെ എടുത്തത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. Hallelujah. ഹല്ലേലൂയ. The Bible says he was equal with God, ബൈബിൾ പറയുന്നു അവൻ ദൈവത്തോട് സമനായിരുന്നു. but he emptied himself from the equality with God. എന്നാൽ ദൈവത്തോടുള്ള ആ സമത്വം വേണ്ട എന്ന് പറഞ്ഞ് തന്നെ താൻ സ്വയം ശൂന്യമാക്കി. He emptied himself from God's form. ദൈവത്തിന്റെ രൂപത്തെ ഇല്ലാതെ താൻ സ്വയം ഇല്ലാതെയാക്കി. He emptied himself from the glory that he had with the Father. സ്വർഗീയ പിതാവുമായി തനിക്കുണ്ടായിരുന്ന മഹത്വത്തെ താൻ സ്വയം ഇല്ലാതെയാക്കി. He emptied himself all authority in heaven and earth. അതുമാത്രമല്ല സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരത്തെയും അവൻ സ്വയം ഇല്ലാതെയാക്കി. After resurrection, he received the authority and power back. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആ അധികാരവും ശക്തിയും അവന് തിരികെ കിട്ടി. Somebody say hallelujah. ചേർന്ന് ഹല്ലേലൂയ. 1 Peter chapter 4 verse number 1. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം. Therefore, since Christ suffered in his body, arm yourselves also with the same attitude, because whoever suffers in the body is done with sin. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. Hallelujah. Hallelujah. Let this mind, let this attitude, let this mental attitude that was found in Christ be in you also. അതുകൊണ്ട് ഈ ഒരു മനോഭാവം, ക്രിസ്തുവിലുള്ള ഈ മനോഭാവം തന്നെ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. What is the attitude or what is the mind? എന്താണ് ആ ഭാവം, ആ മനോഭാവം? Suffering with a purpose. ഒരു
ഉദ്ദേശത്തോടു കൂടിയുള്ള I'm കഷ്ടാനുഭവം. not talking about this suffering and that suffering or this trouble or that trouble, but I'm talking about a suffering with a purpose. അതുകൊണ്ട് ആ കഷ്ടതയെക്കുറിച്ചും ഈ കഷ്ടതയെക്കുറിച്ചും ഇപ്പോൾ അനുഭവിക്കുന്ന പലവിധ കഷ്ടതയെക്കുറിച്ചുമല്ല, മറിച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ള കഷ്ടതയെക്കുറിച്ചാണ്. All parents, just show me your hands. എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ കൈകൾ ഉയർത്തി കാണിച്ചാലും. I know all parents, they suffer a lot to raise their children. എനിക്കറിയാം എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ വളർത്തി വലുതാക്കുവാൻ ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ്. Hallelujah. ഹല്ലേലൂയ. Willfully they do. അവർ ആത്മാർത്ഥമായിട്ടാണ് അത് ചെയ്യുന്നത്. Joyfully they do. സന്തോഷത്തോടെയാണ് അത് ചെയ്യുന്നത്. That is suffering with a purpose. അത് ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയുള്ള കഷ്ടതയാണ്. In the same way, Christ suffered for us with a purpose. അതുപോലെ തന്നെ ക്രിസ്തു ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടെ നമുക്ക് വേണ്ടി കഷ്ടത In the അനുഭവിച്ചു. same way, we should undergo suffering for him. അതുപോലെ തന്നെ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടെ നാമും അവനു വേണ്ടി കഷ്ടത അനുഭവിക്കേണ്ടവരാണ്. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ക്ഷമ സിസ്റ്റർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സുഷമ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഹാർട്ടിനെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് എന്നാണ് ക്ഷമ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. താൻ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്. കഴിഞ്ഞ നവംബർ മാസത്തിൽ തനിക്ക് ശരീരത്തിൽ മൊത്തം ഒരു വേദനയും വലിയ ക്ഷീണമൊക്കെ തോന്നി. ആ സമയത്ത് ഇവരുടെ അടുത്ത് തന്നെയുള്ള ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ കൊണ്ടുപോയി തന്നെ ചികിത്സിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് യൂട്രസിൻ്റെ വല്ല കംപ്ലൈൻറ്റും ആയിരിക്കും. കാരണം കാലുകളിലൊക്കെ നല്ല നീർക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. യൂട്രസിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് ഡോക്ടർ തനിക്ക് അതിന് വേണ്ടുന്ന മെഡിസിൻസൊക്കെ കൊടുത്തു വിട്ടു. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞിട്ടും തൻ്റെ ശരീരത്തിൽ നീർക്കെട്ട് കൂടുന്നതല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. വേദനയും അതുപോലെ തന്നെ കൂടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഒരു ഡോക്ടറെ തന്നെ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അടുത്ത് തന്നെയുള്ള വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ ECG ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, വേഗം തന്നെ അടുത്ത് തന്നെയുള്ള ഒരു വലിയൊരു ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോയി ഇവർ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വേഗം തന്നെ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു, ICUവിലോട്ട് കയറ്റുവാണെന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് ചെന്നിട്ട് ഒരു ബ്ലഡ് ചെക്കപ്പ് നടത്തി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഉടൻ തന്നെ നിങ്ങൾക്കൊരു സർജറി വേണ്ടി വരും, അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഒരു ഓപ്പറേഷന് വേണ്ടി കയറ്റാൻ പോവാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ ഓർണമെൻറ്റ്സും എല്ലാം ഊരി വാങ്ങിച്ച് കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. ഭർത്താവ് ഇതുകൊണ്ട് വേഗം തന്നെ വീട്ടിലോട്ട് പോയി. ഈ സമയത്ത് ഇവരുടെ ICUവിൽ തന്നെ കിടക്കുമായിരുന്നു, ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയില്ല. ഈ സമയത്ത് ഭർത്താവ് വീട്ടിൽ ചെന്നിട്ട് താൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഏതാണ്ട് വൈകുന്നേരമായപ്പോൾ ഇവർ വീണ്ടും അവിടെയുള്ള ഡോക്ടേഴ്സ് ഒരു ബ്ലഡ് ചെക്കപ്പ് കൂടെ നടത്തിയപ്പോൾ ആ ഡോക്ടേഴ്സ് പറഞ്ഞു, പെട്ടെന്നൊരു സർജറിയുടെ ആവശ്യമില്ല, ഒരു ആൻജിയോഗ്രാം ചെയ്തിട്ട് നമുക്കൊരു സർജറി നടത്താം എന്ന് പറഞ്ഞ് ഇവരെ വാർഡിലോട്ട് മാറ്റി. 2 ദിവസം കഴിഞ്ഞ് ഇവരെ വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്ത് വിടുകയും ചെയ്തു. ഒരു ദിവസം 3 നേരം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ടാബ്ലറ്റും കൊടുത്തു. അടുത്ത ദിവസം തന്നെ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി വരണമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാവേലിക്കരയിൽ നമ്മുടെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്നത്. ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ TV പ്രോഗ്രാമിൽ നിന്നാണ് ഇവർ അറിഞ്ഞത്. ആദ്യമായിട്ട് ഇവർ അന്നത്തെ ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. അന്ന് ക്ഷമ സിസ്റ്ററാണ് അന്ന് അവിടെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, അന്ന് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ക്ഷമ സിസ്റ്റർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സുഷമ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഹാർട്ടിനെ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് എന്നാണ് ക്ഷമ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു. ഇവർ പറഞ്ഞത് ഇവരുടെ വാൽവിന് കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന്, ഈ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള അയലോലൊക്കെ പറഞ്ഞു ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവും, വാൽവിന് കംപ്ലൈൻറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു. അന്നാണ് ക്ഷമ സിസ്റ്റർ വിളിച്ച് പറഞ്ഞത്, ഒരു ഹാർട്ടിനെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസമാണ് ഇവരുടെ ഉള്ളിലോട്ടുണ്ടായത്. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ഡോക്ടർ ഹാർട്ട് ചെക്കപ്പ് നടത്തിയിട്ട് പറഞ്ഞു, ആൻജിയോഗ്രാമും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സൗഖ്യമായിട്ടുണ്ട്, 3 നേരം മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് 1 നേരം മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മടക്കി വിട്ടു. സിസ്റ്റർ പറയുന്നത്, എനിക്കിപ്പോൾ ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഞാൻ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്, യേശു വന്ന് എന്നെ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി എന്നാണ് ഈ സിസ്റ്റർ പറയുന്നത്. ഏതെങ്കിലും ഒരു പേര് ആരുടെയെങ്കിലും ഒക്കെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലാകട്ടെ, ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിലാകട്ടെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ
നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ, നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, അസ്ഥികൾ ഉരുവാകുന്നതിന് മുൻപേ കണ്ടു മനസ്സിലാക്കിയ നിങ്ങളുടെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവമാണ് അത് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. കൈകൾ നീട്ടി ഈ സഹോദരി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച കർത്താവ് നിന്റെ നാമത്തിൽ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് കൊടുത്ത വലിയ വിടുതലിനായി, സൗഖ്യത്തിനായി, മാറ്റത്തിനായി നന്ദി പറയുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണേ. പ്രത്യേകിച്ച് കിടപ്പിലായിരിക്കുന്ന ചില രോഗികൾ, ചിലർ നാളുകളായി കിടപ്പിലാണ്, ചിലർ കോമ സ്റ്റേജിലായിരിക്കാം, ഒരുപക്ഷെ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായിരിക്കാം. രോഗാവസ്ഥയിൽ കിടപ്പിലായിരിക്കുന്നവരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. വിശ്വാസത്താൽ ആ രോഗസൗഖ്യത്തെ ഇപ്പോൾ സ്വീകരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായ നെഞ്ചുവേദനയുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. താങ്ക് യു ലോർഡ്. കരൾ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട മക്കളെ അങ്ങ് കൊടുക്കണമേ. താങ്ക് യു ജീസസ്. കിഡ്നികൾ സൗഖ്യമാകട്ടെ, ശ്വാസകോശങ്ങൾ സൗഖ്യമാകട്ടെ, കരൾ സംബന്ധമായ രോഗങ്ങൾ മാറിപ്പോട്ടെ, ഹാർട്ടിൻ്റെ രോഗങ്ങൾ മാറട്ടെ, തലച്ചോറ് സൗഖ്യമാകട്ടെ, നട്ടലിൻ്റെ വേദനകൾ മാറട്ടെ. നിങ്ങളുടെ പ്രയാസമോ അതുപോലെ നിങ്ങളിപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി വിശ്വസിക്കുക. കർത്താവേ, അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്തിലും യേശുവിൻ്റെ മറുപടി ലഭിക്കാൻ അങ്ങ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നും നാളെയും നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരാൻ മറക്കരുത്. കർത്താവ് ധാരാളമായുള്ളവരെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളും CD-കളും ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം. കർത്താവ് ഒത്തിരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.